എന്നിട്ട് അവർ പറയുന്ന ന്യായം രണ്ടും ഫ്ലോപ്പായ ന്യായങ്ങളായിരുന്നു. നേതാക്കൾ പറഞ്ഞ ന്യായം ഒന്ന്, ഞാൻ ഗാന്ധി വിരുദ്ധനാണ് എന്നാണ്. ഞാൻ ഗാന്ധി വിരുദ്ധനൊന്നുമല്ല, പക്ഷെ ഗാന്ധി വിമർശകനാണ്. അത് ആയിരുന്നു, ഇപ്പോഴാണ്, നാളെയും ആയിരിക്കാൻ വഴിയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കൺവിക്ഷനാണ്. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് പറയുന്നത്. ഒരടിസ്ഥാനവും ഇല്ലാതെ ഒരാളെയും ഞാൻ വിമർശിക്കാറില്ല. ഗാന്ധി ആയാലും അംബേദ്കർ ആയാലും ആരെയും വിമർശിക്കാറില്ല. നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം പറയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനിങ്ങനെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന്. രണ്ടാമത്തെ സംഗതി, ഞാൻ മാത്രമാണോ ഗാന്ധി വിമർശിച്ചത്? ലോകത്ത് ഒത്തിരി പേര് വിമർശിച്ചു. സാക്ഷാൽ നെഹ്റു തന്നെ വിമർശിച്ചിട്ടുണ്ട്, അംബേദ്കർ വിമർശിച്ചിട്ടുണ്ട്, റാം മനോഹർ ലോഹ്യ വിമർശിച്ചിട്ടുണ്ട്, സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടു തന്നെ പോയി ഗാന്ധിയെ സഹിക്കാൻ മേലായിട്ട്. ഇതൊക്കെയാണ് ഗാന്ധി വിമർശനത്തിൻ്റെ ചരിത്രം. അപ്പോൾ അതിനകത്ത് ഞാൻ ഏതോ പ്രസംഗത്തിൽ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗത്തിൽ ഗാന്ധിയുടെ റോൾ സംശയാസ്പദമാണെന്നുള്ള ആ നിലപാട് എനിക്കിപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ ആ സമരത്തെ നിർവീര്യമാക്കുന്നതായിരുന്നു. അതായത് ഇത് ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറയുന്നത് തന്നെ ശുദ്ധ തട്ടിപ്പാണെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം അവിടെ യഥാർത്ഥത്തിലൊരു ശരിക്കും പ്രജാപദവിയുള്ള ഒരാൾക്കൂട്ടം പൗരന്മാരായി സ്വയം പരിവർത്തനപ്പെടുന്ന ഒരു ചരിത്രഘട്ടമാണ്. അതുകൊണ്ടാണ് ജോർജ് ജോസഫും അബ്ദുൾ റഹ്മാനും ഒക്കെ അതിൻ്റെ ഭാഗമാകുന്നത്. ഇത് ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യമല്ലെന്ന്. പബ്ലിക് റോഡിലൂടെ മനുഷ്യർക്ക് നടക്കാനുള്ള അവകാശം എങ്ങനെയാണ് ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യമായി മാറുന്നത്? ആ കാര്യത്തിൽ എനിക്ക് അപ്പോഴും വിമർശനമുണ്ട്, ഇപ്പോഴും ഉണ്ട്. നാളെ ഞാനത് ഉന്നയിക്കും. അതിപ്പോൾ അവിടെ വൈക്കത്തെ അവരെന്നെ സ്ഥാനാർത്ഥിയാക്കിയാലും ഞാനത് ഉന്നയിക്കും. ഞാൻ ജയിച്ചാലും ഉന്നയിക്കും, തോറ്റാലും ഉന്നയിക്കും. അത് ഉന്നയിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ ഞാൻ ഗാന്ധി വിരുദ്ധനാണ്. അപ്പോൾ രണ്ടാമത്, ഈ ഗാന്ധി വിരുദ്ധനാന്ന് പറയുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിക്കാരാണത്ര പ്രമേയം പാസ്സാക്കിയത് ഞാൻ ഗാന്ധി വിരുദ്ധനാണെന്ന്. ഈ കേരളത്തിലെ കോൺഗ്രസ്സിൽ എത്ര ഗാന്ധിയന്മാരുണ്ടെന്നൊരു ചോദ്യം എനിക്കുണ്ട്. ഒറ്റ ഒരുത്തനില്ല. ഞാൻ എഴുതി തരാതെ ഒറ്റ ഒരുത്തനില്ല. അപ്പോൾ എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഞാൻ ഗാന്ധി വിരുദ്ധനാണെന്ന് പറഞ്ഞ് എന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത്? ഇവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവർ നൈതികമായി യോഗ്യതയുള്ളവരാണെങ്കിൽ ഒരു വിമർശകനെ താങ്ങാൻ കോൺഗ്രസ്സിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതല്ല, ഒരു ന്യായം അതായിരുന്നു. രണ്ടാമത്തെ ന്യായം, അദ്ദേഹം ശബരിമല കേസിൽ വേറെ അഭിപ്രായം ഉണ്ടായിരുന്ന ഒരാളാണ്. ശബരിമല കേസിൽ എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ വിധി അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അനുസരിച്ച് ശരിയാണെന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ആളാണ്. ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്നല്ല എനിക്കങ്ങനെ ആരും പോകരുതെന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നത്. ഒരു സ്ത്രീയും പോകരുതെന്നാണ് വിചാരിക്കുന്നത്. ഒരു പുരുഷനും പോകേണ്ട കാര്യമില്ലാത്ത സ്ഥലമാണ്. യുക്തിവാദമല്ല പറയുന്നത്. ഇത് വലിയ കച്ചവടവും ഒരു രാഷ്ട്രീയ പ്രോസസ്സുമാണ്. ഭക്തിയല്ല അവിടെ നടക്കുന്നത്. മനുഷ്യർ അനാഥ ജന്തുക്കളായതുകൊണ്ട് ദൈവങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അവർക്ക്. ആ ക്രൈസിസ് മനസ്സിലാക്കുന്ന ഒരാളാണ്. പക്ഷെ ശബരിമല അതല്ല. അപ്പോൾ ശബരിമലയിൽ എങ്ങനെയെങ്കിലും സ്ത്രീകൾ കയറണം എന്നുള്ള യാതൊരു അഭിപ്രായവും എനിക്കില്ല. സുപ്രീം കോടതി പറയുന്ന കാര്യം, ശബരിമലയിലെ അയ്യപ്പന്മാർ സവിശേഷ അവകാശമുള്ള ഒരു വിഭാഗമല്ല. അതുകൊണ്ട് ശബരിമല ഈസ് എ പബ്ലിക് സ്പേസ്. ആ പബ്ലിക് സ്പേസിലേക്ക് സ്ത്രീകൾ വരരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ഇതാ പറയുന്ന കാര്യം. ഇത് അംഗീകരിക്കുന്ന, കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതല്ലാതെ സ്ത്രീകളെ സംഘടിപ്പിച്ച് ശബരിമലയിൽ കയറി കലാപമൊന്നും ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അവരാരും പോകണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഒരാൾ പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവരെ തടയരുത് എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഒരാൾ പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവരെ യുവന്മാരെല്ലാം കൂടി ഈ പറഞ്ഞ RSS ഗുണ്ടകളെല്ലാം വന്ന് തടയരുത്. അത്രേ എനിക്ക് അഭിപ്രായമുള്ളൂ. കോൺഗ്രസ്സുകാരും എല്ലാം കൂടി തടയരുത്. ഈ നിലപാടിൽ എന്താ പ്രശ്നം എനിക്കറിയത്തില്ല.